ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന പബ്ജി മൊബൈൽ ലൈറ്റിലെ 3 കിടിലൻ ട്രിക്കുകളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നില്ലേ, ആ വീട്ടിലാണ് 2 ട്രിക്കുകൾ നടക്കുന്നത്. അപ്പോൾ ഈ ട്രിക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഈ വീഡിയോ ഫുള്ള് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് കുത്തിപ്പൊട്ടി. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ 3.5K സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വലിയ താങ്ക്സ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ സപ്പോർട്ടുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ ഒരു റെഡ്മി ഗോ ഫോൺ വാങ്ങണമെന്നുണ്ട്. അപ്പോൾ താഴെ ഞാൻ PayTmൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആരും ഡൊണേറ്റ് ചെയ്തിട്ടില്ല. ഡൊണേറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ PayTm വഴി ഡൊണേറ്റ് ചെയ്യാം. അതിൻ്റെ നമ്പറൊക്കെ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. അപ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു റെഡ്മി ഗോ ഫോൺ വാങ്ങാനാണ്. കാരണം നമുക്ക് എൻ്റെ കയ്യിലുള്ള 4 GB റാമുള്ളൊരു ഫോണാണ്. അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പബ്ജി മൊബൈൽ ലൈറ്റ് കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു 1 GB റാമുള്ള സാധാ ബേസിക് ഒരു ഫോൺ വാങ്ങാനാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഇനി അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനലിൽ കുറച്ചുകൂടി വ്യൂസൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ പബ്ജി മൊബൈൽ ലൈറ്റ് കളിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 2 ട്രിക്ക് നടക്കുന്നത് ഈ ഒരു വീട്ടിലാണ്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് ഈ റാങ്കൽ മാപ്പിൽ ഏകദേശം എല്ലായിടത്തും കാണാൻ കഴിയുന്ന ഒരു വീട് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, പബ്ജി മൊബൈൽ ലൈറ്റ് കളിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഈ വീടിൻ്റെ ബാൽക്കണി പോവുക. അപ്പോൾ ഡോർ ഓപ്പൺ ആയത് പുറത്തേക്കാണ്. അപ്പോൾ പുറത്തേക്ക് ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡോറിൻ്റെ അടുത്ത് പോയിട്ട് ആ ജമ്പിൻ്റെ ഐക്കൺ ഞെക്കുക. പിന്നെ ഒന്നും കൂടി ജമ്പിൻ്റെ ഐക്കൺ ഞെക്കുകയാണെങ്കിൽ നമുക്ക് റൂഫിൽ കയറാൻ കഴിയും. അപ്പോൾ റൂഫിൽ കയറിയാൽ എന്തോ ഉപകാരം എന്ന് വെച്ചാൽ നമ്മളെ പെട്ടെന്നൊന്നും എനിമി സ്പോട്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അടിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇടത്തെ വശത്ത് നിന്ന് അടി വന്നാൽ താഴോട്ട് ഇറങ്ങിയാലും മേൽക്കൂരയ്ക്ക് കൊള്ളുകയുള്ളൂ, റൂഫിന് മാത്രമേ കൊള്ളുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പേടി വേണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ പെട്ടെന്ന് അടിക്കാൻ കഴിയും. അപ്പോൾ ഇത് ഡൗൺ ടൗണിലൊക്കെ ഉള്ളൊരു വീട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഡൗൺ ടൗണിലൊക്കെ ഈ ഒരു വീടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് അടിച്ചിടാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രിക്ക്. ഇനി നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് നടക്കുന്നത് ഈ ഒരു വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാർ ജസ്റ്റ് ഒന്ന് ഈ വീട്ടിൽ ഞാൻ പാർക്ക് ചെയ്തിരിക്കുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ പാർക്ക് ചെയ്തതിന് ശേഷം ബാക്കോട്ട് വന്നിട്ട് ആ ചുമരിൽ ഇടിച്ചെന്ന് ഉറപ്പായാൽ നിങ്ങൾ ബാക്കത്തെ സ്വിച്ചും അതുപോലെ തന്നെ വലത്തോട്ടുള്ള ആ തിരിക്കുന്ന സ്വിച്ചും ഞെക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഏകദേശം അടുപ്പിച്ചായിരിക്കും ഉണ്ടാവുക. ഇനി നേരെ മുന്നോട്ട് പോവുക. അപ്പോൾ നേരെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് വരിക, പിന്നെ ഒന്നും കൂടി ഒന്ന് അടുപ്പിക്കുക. എന്നിട്ട് നേരെ മുന്നോട്ട് പോയിട്ട് ആ സ്വിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വലത്തോട്ടുള്ള സ്വിച്ച് ഒന്നും കൂടി ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെയറിൻ്റെ മുകളിൽ കയറാൻ കഴിയും. എന്നിട്ട് കാറിന്ന് എക്സിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലെന്താ ഉപകാരം എന്ന് വെച്ചാൽ നിങ്ങളൊരു സോളോ മാച്ചൊക്കെയാണ് കളിക്കുന്നതെങ്കിൽ താഴെ ഒരു സ്കോഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് അടിക്കാൻ കഴിയും. ഇവിടെ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാറിങ്ങനെ അടിച്ചടിച്ചടിച്ച് പൊട്ടിത്തെറിപ്പിക്കുകയാണെങ്കിൽ താഴെ നിൽക്കുന്ന എനിമീസൊക്കെ ചാവുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം കാർ ഇവിടെ. അപ്പോൾ ഈ കാറ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും സ്വാഭാവികമായിട്ടും. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം കത്തി. അപ്പോൾ ഒന്നും കൂടി ഫയർ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റെയറിൻ്റെ അടുത്തുള്ളവരൊക്കെ കത്തി ചാമ്പലാവും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സോളോ മാച്ചൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ജയിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക്.